സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ആദ്യം സ്റ്റാർട്ടാക്കാൻ ചെയ്യാനാണ് നമ്മൾ പുതിയ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുന്ന മെഷീൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ബ്രേക്ക് ഓണാണെങ്കിൽ അത് ആദ്യം ഓഫ് ചെയ്യുക. അതുപോലെ ഡികംപ്രഷൻ വാൾവ് ഞെക്കുക. അതുപോലെ നമ്മൾ ആക്സിലറേറ്റർ ഓവർഫ്ലോ ആകാതെ കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആക്സിലറേറ്റർ ഞെക്കി പിടിച്ചിട്ട് ഈ രണ്ട് കൈ കൊണ്ട് രണ്ട് വിരൽ കൊണ്ട് നല്ലപോലെ മുകളിൽ താഴെ ഞെക്കിയിട്ട് ഈ സ്വിച്ച് ഏറ്റവും താഴത്തെ പൊസിഷനിൽ പോവുക. എന്നിട്ട് ആക്സിലറേറ്റർ വിടുക. അപ്പോൾ ലോക്കായി നിൽക്കും, ഈ സ്വിച്ച് ലോക്കായി നിൽക്കും. ഏറ്റവും താഴത്തെ സ്റ്റെപ്പാണ് ചോക്ക്. അതിൽ അടയാളം കാണിച്ചിട്ടുണ്ട് മെഷീനിൽ. അപ്പോൾ അത് നമ്മൾ ചോക്കിലിട്ട ശേഷം നമ്മൾ കിക്കർ വലിക്കുന്നു. ഒരു 1-2 പ്രാവശ്യം വലിക്കുകയാണെങ്കിൽ അപ്പം ആ മെഷീൻ ഒന്ന് ഫയർ ചെയ്യും, ഒന്ന് സ്റ്റാർട്ടാകുന്ന പോലെ കാണിക്കും. അപ്പോഴത്തേക്കും ഡികംപ്രഷൻ വാൾവ് പൊങ്ങും. അപ്പം വീണ്ടും നമ്മൾ ഡികംപ്രഷൻ വാൾവ് ഞെക്കുന്നു. ആ സൗണ്ട് കേട്ട ശേഷം ഈ സ്വിച്ച് വെച്ച് ഈ ആക്സിലറേറ്റർ നമ്മൾ തൊടുന്നില്ല, ഈ സ്വിച്ച് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വയ്ക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ വെച്ച ശേഷം ഡികംപ്രഷൻ വാൾവ് ഞെക്കുന്നു. ഒരു 1-2 അടിക്കൊക്കെ നല്ല പ്രഷറിൽ അടിച്ച് കഴിയുമ്പോഴത്തേക്കും മെഷീൻ റേസായിട്ട് നിൽക്കും. അതായത് ചെയിൻ നല്ലപോലെ കറങ്ങി നിൽക്കും. അങ്ങനെ കറങ്ങി നിൽക്കുമ്പോൾ നമ്മൾ ആക്സിലറേറ്റർ ഞെക്കി വിടുമ്പോൾ തന്നെ ആ സ്വിച്ച് പൊങ്ങും. അപ്പോൾ ആ സ്വിച്ച് പൊങ്ങുമ്പോൾ നമ്മൾ നോർമൽ ഐഡിയൽ സ്പീഡല്ല, സ്ലോ സ്പീഡിൽ നിൽക്കും മെഷീൻ. പിന്നെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ മെഷീൻ ശകലം കണ്ടിച്ചിട്ട് നിർത്തി ഓഫ് ചെയ്തിട്ട് സ്റ്റാർട്ടാക്കാനാണെങ്കിൽ ഒരു 10 മിനിറ്റിനൊക്കെ ഉള്ളിൽ, 10-15 മിനിറ്റിനുള്ളിലാണെങ്കിൽ ഡികംപ്രഷൻ വാൾവ് ഞെക്കുന്നു. ഈ സ്വിച്ച് നേരെ സ്ലോ സ്പീഡിലോട്ട് ഇടുന്നു, ഓണയിലോട്ട് കിക്കർ അടിക്കുന്നു. ചോക്ക് ഇടേണ്ട കാര്യമില്ല. 1-2 അടി അടിക്കുമ്പോൾ മെഷീൻ സ്റ്റാർട്ടാവും. നമ്മൾ മെഷീൻ ഏറ്റവും താഴെ ചോക്കിലിട്ട് ഒരുപാട് തവണ അടിക്കുകയാണെങ്കിൽ, മെഷീൻ ഫയർ ചെയ്ത ശേഷം പിന്നെയും നമ്മൾ അടിക്കുകയാണെങ്കിൽ മെഷീൻ ഓവർഫ്ലോ ആകും. അങ്ങനെ ഓവർഫ്ലോ ആകുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ പ്ലഗ് ബൂട്ട് ഊരുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ടൈറ്റ് ആയിരിക്കും. നമ്മളൊരു സ്പാനർ പതുക്കെ ഇവിടോട്ട് ഇങ്ങനെ വെച്ചിട്ട് തള്ളി വലിച്ച് ഊരിയിട്ട് പ്ലഗ് ഓപ്പൺ ചെയ്യുക. ലെഫ്റ്റ് സൈഡിലോട്ട് പ്ലഗ് ഊരിയ ശേഷം ഈ സ്വിച്ച് ഓഫ് പൊസിഷനിൽ വെക്കുക. ഏറ്റവും മേളിൽ ഓഫിൽ വെക്കുക. പ്ലഗ് ഓപ്പൺ ചെയ്തിട്ട് മെഷീൻ തിരിച്ച് പിടിക്കുക. നമ്മൾ കമത്തി പിടിച്ചിട്ട് ഒരാൾ ആക്സിലറേറ്റർ ഞെക്കി പിടിച്ചിട്ട് കിക്കർ അങ്ങ് വലിക്കുക. ഒരു 10-15 പ്രാവശ്യം അല്ലെങ്കിൽ 20 പ്രാവശ്യമൊക്കെ വലിച്ചു കഴിയുമ്പോൾ പ്ലഗിൻ്റെ ഭാഗത്തൂടെ പെട്രോൾ ഓപ്പണായിട്ട് പൊക്കോളും തന്നെ. ആ എയർ ഫിൽറ്ററും കൂടെ ഊരി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. കാർബണിനകത്ത് പെട്രോൾ എയർ ഫിൽറ്ററിനകത്ത് നനയാതിരിക്കും. അപ്പം അങ്ങനെ ഒരു 10-20 പ്രാവശ്യം അടിച്ച ശേഷം ഈ പെട്രോൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ, നല്ലപോലെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ പ്ലഗും അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടൊന്ന് മുറുക്കുന്നു. എയർ ഫിൽറ്ററും കറക്റ്റായിട്ട് മുറുക്കുന്നു. എന്നിട്ട് ചോക്കിലിടണ്ട. ചോക്കിൽ പോയിട്ട് ചോക്കിൻ്റെ തൊട്ട് മുകളിൽ ആ റേസ് പൊസിഷൻ ഉണ്ടല്ലോ, രണ്ടാമത്തെ ഏറ്റവും താഴെ ചോക്കിലിട്ടിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ്, ആ സ്റ്റെപ്പിലിട്ടിട്ട് മെഷീൻ കിക്കർ അടിക്കുക. പ്ലഗെല്ലാം കറക്റ്റായിട്ട് പിടിപ്പിച്ചിട്ട്. പ്ലഗ് മുറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യം കൈകൊണ്ട് മുറുക്കിയിട്ടേ പാനറിന് പിടിച്ച് മുറുക്കാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പിരി വെട്ടിപ്പോവും ചൂടായിട്ടിരിക്കുന്ന മെഷീനാണെങ്കിൽ. അപ്പം റേസറിലിട്ട് നമ്മൾ സ്റ്റാർട്ടാക്കുമ്പം പുകയുണ്ടെങ്കിൽ പെട്രോൾ കയറിയിട്ടില്ല, പെട്രോൾ കത്തി പുകയോടുകൂടി ഞങ്ങൾക്ക് സ്റ്റാർട്ടാകും. നമ്മൾ ആക്സിലറേറ്റർ ഞെക്കി പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് പമ്പ് ചെയ്ത് നല്ലപോലെ റേസാക്കി കഴിഞ്ഞാൽ മെഷീൻ സ്റ്റാർട്ടായിക്കോളും. ഓവർഫ്ലോ ആകുന്ന മെഷീൻ കഴിവതും ഓവർഫ്ലോ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കറക്റ്റായിട്ടുള്ള പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഓവർഫ്ലോ ആകത്തില്ല. പിന്നെ ഉള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളിനകത്ത് 2T ഓയിൽ മിക്സഡാണ്. അതുകൊണ്ട് 1 ലിറ്റർ പെട്രോളിന് നമ്മൾ പമ്പിൽ നിന്ന് ആ പെട്രോൾ ഓയിൽ മേടിക്കുന്നെങ്കിൽ 1 ലിറ്റർ പെട്രോളിന് 40 ml 2T ഓയിൽ കണ്ടൻറ്റ് കാണണം. എത്ര ലിറ്ററാണോ അതിൻ്റെ ഉള്ളിൽ ആ ലിറ്ററിന് 40 ml കാണണം. അതുപോലെ തന്നെ ചെയിൻ ലൂബ്രിക്കൻ്റ് ആയിട്ടുള്ള ഓയിൽ ശ്രദ്ധിക്കുക, കറക്റ്റായിട്ട് ഒഴിക്കണം. അപ്പം എപ്പോൾ പെട്രോൾ ഫില്ല് ചെയ്താലും ചെയിൻ ലൂബ്രിക്കൻ്റ് ഓയിൽ റീഫില്ല് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക് ഓപ്പണായി വർക്കാവാതിരിക്കുക. ബ്രേക്ക് ഓപ്പണായി വർക്കായാൽ ചെയിൻ കറങ്ങുകയില്ല, പ്രോക്കറ്റ് വർക്കാകുകയില്ല. അപ്പോൾ ഇത് ചൂടായിപ്പോവും. ബ്രേക്ക് ഓഫ് ചെയ്ത് ബ്രേക്ക് പിന്നെ മുന്നോട്ട് തട്ടി ഓണായി വീണാൽ ഓഫ് ചെയ്തിട്ട് ഇത് ഫ്രീ ആണോ, ചെയിൻ കൈകൊണ്ട് കറങ്ങുന്ന ഈ പാനർ വെച്ച് തട്ടി നോക്കുക കറങ്ങുന്നുണ്ടോ. ചെയിൻ എപ്പോഴും ഫ്രീ ആയിരിക്കണം കറങ്ങുമ്പോൾ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പം ഇത് ആർക്ക് വേണമെങ്കിലും ഈസിയായിട്ട് ഉപയോഗിക്കാവുന്ന കാര്യമാണ്. നമ്മളൊന്ന് കറക്റ്റായിട്ട് ഈ കാര്യം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി.
നമ്മൾ സ്റ്റാർട്ടാക്കുമ്പം ആദ്യം ഫുൾ ആക്സിലേറ്റർ ഞെക്കി പിടിച്ച് ഏറ്റവും താഴെ ചോക്കിലിടുക, ഡികംപ്രഷൻ വാൾവ് ഞെക്കുക, ബ്രേക്ക് ഓഫാണെന്ന് ഉറപ്പ് വരുത്തുക. മിഷൻ ചോക്കിലിട്ട ശേഷം കിക്കർ വലിക്കുമ്പം 1-2 വലി വലിക്കുമ്പം നല്ല ടൈറ്റായിട്ട് നന്നായിട്ട് വലിക്കണം. വലിക്കുമ്പോൾ തന്നെ ഒന്ന് മിഷൻ സ്റ്റാർട്ടാവുന്ന ഒരു പൊസിഷൻ ഫയർ ചെയ്യുക. അത് ചെറുതായിട്ടൊന്ന് സ്പാർക്ക് പ്ലഗ് കത്തും. അപ്പോഴത്തേക്ക് ആ പെട്രോൾ കയറി കിട്ടിക്കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് ഇടുക, ആക്സിലേറ്റർ തൊടണ്ട. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് ഇടുക, മിഷൻ ഡികംപ്രഷൻ വാൾവ് വീണ്ടും ഞെക്കുക, അടിക്കുക. അപ്പോൾ റേസായിട്ട് മിഷൻ ബാർ കറങ്ങുമ്പം ആക്സിലേറ്റർ ഞെക്കി വിടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഐഡിൽ സ്പീഡ് വരും. പിന്നെ നമ്മൾ കണ്ടിക്കാം. പിന്നെ ഓഫ് ചെയ്ത് ഓണാക്കുമ്പോൾ ഇവിടെ ഇട്ട് തന്നെ അടിക്കുക, ഓണിൽ തന്നെ ഇട്ട് ഡികംപ്രഷൻ വാൾവ് ഞെക്കി അടിച്ച് സ്റ്റാർട്ടാക്കിയാൽ മതി. ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ.